രക്ഷകനായി, നാഥനായി, കർത്താവായി, ആദർശപുരുഷനായി ഏറ്റെടുക്കുന്ന ഒരാൾക്ക് പോലും വഴിവിട്ട് ജീവിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല. മറ്റ് സഹപാഠികളും സഹപ്രവർത്തകരും വഴിതെറ്റിപ്പോയാൽ പോലും അവർ നേരെ നിൽക്കാൻ, സന്മാർഗപാതയിൽ നിൽക്കുവാൻ, ആത്മീക വഴിയിൽ നിൽക്കുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരകനാണ്. അത് നമ്മുടെ ഉപജീവന മാർഗത്തിലാണെങ്കിൽ, നാം ഭാരപ്പെടുന്ന മറ്റു വിഷയങ്ങളിലാണെങ്കിൽ, തലമുറയെക്കുറിച്ചുള്ള അതുപോലെ ഭാരത്തിലാണെങ്കിൽ, ഇതിനെല്ലാം പരിഹാരം, ഉത്തരം കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ സാമൂഹ്യ വിഷയങ്ങളാണ് ഞാൻ ഇവിടെ ഇതുവരെയും ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ അതിപ്രധാനമായ മറ്റൊരു വിഷയം കൂടെ പറയാതിരുന്നാൽ അത് നീതികേടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ പറയട്ടെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയും സകല മനുഷ്യരും വിശ്വസിക്കേണ്ടതായിരിക്കുന്ന സത്യമാണ്. യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരത്തിനാണ് ലോകത്തിൽ വന്നത്. അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, കുഞ്ഞുമക്കളെ കൈവച്ചനുഗ്രഹിച്ചു, ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്തു. എന്നാൽ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യവർഗം പാപത്തിന്റെ പിടിയിലായതുകൊണ്ട്, പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ വഷളായി പോകുന്നത്. പാപത്തിന്റെ പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ പ്രഥമമായും നാം കൈവരിക്കേണ്ടത്. അതിന് എന്ത് വില മുടക്കുണ്ട് ദൈവദാസന്മാരെ, അല്ലെങ്കിൽ ദൈവദാസനെ എന്ന് ചോദിച്ചാൽ, ഒരു വിലയും മുടക്കേണ്ട, സർവ്വവിലയും കർത്താവായ യേശുക്രിസ്തു കൊടുത്തു കഴിഞ്ഞു. ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗവും അവശേഷിക്കാതെ വണ്ണം മുഴുവനും അവൻ കൊടുത്തു തീർത്തു. നമ്മുടെ പാപത്തിന്റെ മുഴുവൻ പരിഹാരവും അവൻ വരുത്തിയിരിക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നാം പാപികളാണ്, ഞാനൊരു പാപിയാണെന്ന് വ്യക്തിപരമായി അംഗീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്നൊരു മോചനം കിട്ടി ഒരു വിശുദ്ധമായ ജീവിതം നയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആർക്കും ഇത് പ്രാപിച്ചെടുക്കാൻ വിഷമമില്ല. ദൈവത്തോട് ഏറ്റുപറയുക മാത്രമേ ചെയ്യേണ്ടൂ. ദൈവമേ, ഞാനൊരു പാപിയാണ്, പാപം ചെയ്ത് പാപിയായതല്ല, പാപത്തിൽ ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പാപത്തിൽ തന്നെ ഒന്ന് മോചിപ്പിച്ച് എന്നെ ഒരു വിശുദ്ധനായി, എന്നെ ഒരു പാപരഹിതനായി തീർക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിനുവേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു കാരാഗ്രഹത്തിൽ വെച്ച് കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞു.